ഹായ് ഡിയേഴ്സ്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ലോങ് വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് വല്ലവരും കാണുന്നുണ്ടോയെന്നും കൂടെ അറിയില്ല കേട്ടോ. മുന്നേ വീഡിയോസ് കണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് കടലിൻ്റെ തീമിലൊരു കേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇൻസ്റ്റയിലൊരു റീല് കണ്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ട പോലെ അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഒന്നും ഇതിൽ വന്നിട്ടില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വീഡിയോയിൽ നോക്കി ചെയ്യും, പിന്നെ കുറേയൊക്കെ നമ്മുടെ ഐഡിയയിൽ ചെയ്യും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോൾ അതിൽ കുറവ് കൊടുത്ത കളറൊക്കെ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എവിടേക്കോ ചെറിയൊരു ചായ കാച്ചി പോലെ ഉണ്ടായിരുന്നു. അത്ര ലുക്ക് വന്നില്ലെങ്കിലും ചെറുതായിട്ടൊരു ചായ കാച്ചി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് ബ്ലൂ കൊടുത്തു, പിന്നെ അതിൻ്റെ താഴെയായിട്ട് നേവി ബ്ലൂ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്കൊന്നും കൊടുക്കേണ്ട, ആ വീഡിയോയിൽ അത്ര കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കൊടുത്തു വന്നപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി. പിന്നെ അത് ഫിനിഷിങ് ചെയ്യാനായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള കളറൊക്കെ കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ കുറച്ചിങ്ങനെ വൈറ്റ് ഷെയ്ഡ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷീറ്റ് വെച്ചിട്ട് നല്ലോണം സ്മൂത്താക്കി കൊടുക്കും. ഇതിൽ ആ ഒരു നമ്മൾ ഐവറി കളറും പിന്നെ കാപ്പി കളറും കുറച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കരഭാഗമാണ് കേട്ടോ കൊടുത്തേക്കണം. പിന്നെ ആ ഒരു കേക്കിൽ കണ്ട പോലെയൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് തെങ്ങ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറ് നമ്മൾ ഐവറി കളർ മിക്സ് ചെയ്ത് വെച്ചേന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളറ് കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റായിട്ടൊക്കെ അല്ലേ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് തെങ്ങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കര കാണുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത്ര വീതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു എന്തോ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഈ ഒരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുത്തു. പിന്നെ തെങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് കളറ് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ആ ഒരു കടഭാഗത്ത് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രീൻ കളർ കൊടുത്തു. അപ്പം അങ്ങനെ 2-3 തെങ്ങാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഗ്രീൻ കളർ തന്നെ വെച്ചിട്ട് അതിൻ്റെ പട്ടകളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആദ്യം കുറച്ച് ക്രീം ഇങ്ങനെ ആ ഒരു ബ്രഷുമ്മലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ ആ ഒരു ബ്രഷിൻ്റെ തുമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ഒരു എഫക്റ്റൊക്കെ വന്നു കേട്ടോ. പിന്നെ തിര വരച്ചതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതിൽ നല്ല രസമുണ്ടായിരുന്നു തിര കാണാനായിട്ട്. അപ്പോൾ ഞാൻ വരച്ച് വന്നപ്പോൾ അതങ്ങനെ ഒന്നും ആയില്ല. പിന്നെ ഞാൻ എനിക്ക് ആ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്തത് കുറച്ച് കൂടിയ പോലെ തോന്നി. അതുപോലെ ആ ഒരു ഗ്രീൻ കളർ കൊടുത്തത് അവിടെ കുറച്ച് കൂടിയ പോലെ തോന്നി. അങ്ങനെ കുറേ അപാകതകൾ ഈ ഒരു കേക്കിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിര വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ മേഘങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ ഇങ്ങനെ ക്രീം കൊടുത്തിട്ട് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി കൊടുത്താലും മതി, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ നമ്മളിതുപോലെ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറക്ഷനൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു ഭാഗത്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ ക്രീം അവിടെ കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഗ്രീന് കൊടുത്തത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ആ ഒരു മണ്ണിൻ്റെ കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഐവറി കളർ തന്നെ കുറച്ച് അങ്ങനെ കൊടുത്തു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കുറച്ചിങ്ങനെ ഗ്രീൻ ഷെയ്ഡും നല്ലതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാക്കകളെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം വരച്ചപ്പോൾ ഭയങ്കര കട്ടിയായി. ഞാൻ ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ ഞാൻ ഒരു മേഘം പോലെ അങ്ങനെ വരച്ചു കൊടുത്തു. എന്നാലും ഒരെണ്ണം ഇങ്ങനെ നല്ല ഡാർക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇതുപോലെ അങ്ങനെ വരച്ചൊപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.